തനിക്കും ഒപ്പമുണ്ടായിരുന്നവർക്കും വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് മഹാരാഷ്ട്രയിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ സുധീർ ജോൺ വില്യംസ് 24 പറഞ്ഞു. താൻ മതപരിവർത്തനം നടത്തിയിട്ടില്ല. പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കാനാണ് അമരാവതിയിലെത്തിയതെന്നും ഫാദർ സുധീറും ഭാര്യ ജാസ്മിൻ വില്യംസും 24 പ്രതികരിച്ചു. ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇത് വളരെ സഹജമായൊരു കാര്യമാണ്. ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. വധഭീഷണിയാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അല്ലാതെ വധഭീഷണി എന്ന് പറയുമ്പോൾ ഒരു വടിയെടുത്ത് പുറകിൽ നിന്ന് ഓടുന്ന സന്ദർഭങ്ങൾ പോലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഫോഴ്സ്ഫുള്ളായിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമില്ലാതെയോ പറയാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയാം. നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ 25ന്റെ ബേസിലാണെങ്കിൽ നമുക്ക് അവരോട് ഇതെല്ലാം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ആശയങ്ങൾ കൈമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഭയമൊന്നും തോന്നിയില്ല. ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം തോന്നി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ തെറ്റ് ചെയ്തില്ലല്ലോ, ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നല്ലോ എന്ന ഒരു ടെൻഷൻ തോന്നി. ഭക്ഷണം കഴിക്കാനിരുന്ന് ഇങ്ങനെ കയ്യിലെടുത്തതേ ഉള്ളൂ. അപ്പോഴാണ് എടുത്തുകൊണ്ട് പോയത്. അച്ഛനെ കോളറിൽ തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടാണ് പോയത് അവർ. അതിൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പുറകെ പോയതാണ്. ഇന്നലെയാണ് ഫാദർ സുധീർ ജോൺ ഉൾപ്പെടെ 12 പേർക്ക് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ മൊബൈൽ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീനാഥ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഫാദർ സുധീറിനെ നേരിൽ കാണുകയും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും ജാസ്മിനോടും അവർ കഴിഞ്ഞുപോയ ഈ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. ഇന്നലെ കോടതി നടപടികൾക്ക് ശേഷം അവരെ കാണുമ്പോഴും നമുക്ക് FIRന്റെ പകർപ്പ് കിട്ടിയിരുന്നില്ല. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ പരാതിയിലുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ FIRന്റെ പകർപ്പടക്കം നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരാതി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലായതാണ്. അതിൽ പറയുന്നത് ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരാളുടെ മൊഴിയാണ്. അദ്ദേഹം ഈ വീട്ടിൽ നിന്ന്, ഈ സംഭവം നടന്ന വീട്ടിൽ നിന്ന് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതായുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നതായി കേട്ടു എന്നതാണ് ഈ പരാതിക്ക് ആധാരം. അങ്ങനെ ഒരു മൊഴിയാണ് ഈ പരാതിക്ക് ആധാരം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നതായിരുന്നു യഥാർത്ഥത്തിൽ നിന്ന് നമുക്ക് അറിയേണ്ടതുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു മതപരിവർത്തനം നിർബന്ധിതമെന്നല്ല, ഒരു തരത്തിലും മതപരിവർത്തനത്തിനുള്ള ശ്രമം താൻ നടത്തിയിട്ടില്ല എന്നതാണ് ഫാദർ ആവർത്തിച്ച് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പുതിയ ഒരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, വധഭീഷണി തന്നെ പലവട്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത്ര വലിയ രീതിയിൽ സംഘടിതമായി കൂട്ടം കൂടി ആളുകൾ ആക്രമിക്കുന്ന തരത്തിലേക്കൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ, 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞും ജാമ്യം അവർക്ക് കിട്ടുകയും ചെയ്തു. അടിസ്ഥാനപരമായി വേണ്ട തെളിവുകൾ പോലും ഇല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് അതിവേഗത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഏതായാലും ഇനിയിപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരാവണം. ജനുവരി 13 ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.